പ്രതീകമായി പറയും. ഏകശൃംഗൻ ഒറ്റക്കൊമ്പുള്ള ഭാവം ഇത് ഭഗവാന്റെ പല അവതാരങ്ങളിലുമുണ്ട്. ഈ വാൽമീകി രാമായണത്തിൽ കാണാം ഏകശൃംഗോ വരാഹസ്ത്വം എന്നൊക്കെ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഒരു കൊമ്പുള്ള വരാഹമാകുന്നു അവിടുന്ന് വാൽമീകി രാമായണത്തിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് വരും. ഏകശൃംഗധരോ മത്സ്യോ ഏകശൃംഗമായ മത്സ്യം, ഒരു കൊമ്പുള്ള മത്സ്യം. ചില പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട് ഈ സിന്ധുനദീതട സംസ്കാരത്തിൽ ഒരു കൊമ്പുള്ള ഒരു വരാഹത്തിൻ്റെ പ്രതീകം കാണാൻ കഴിയും. ഒറ്റക്കൊമ്പ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ട് ഇങ്ങനെ കാണാം. അത് മഹാവിഷ്ണുവിൻ്റെ പ്രതീകമാകുന്നു എന്നൊക്കെ ചില മഹാപുരുഷന്മാർ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മത്സ്യാവതാരത്തിനൊക്കെ ആശയം, വരാഹാവതാരം, മത്സ്യാവതാരം, ഇതിലൊക്കെ ഒരു ആശയം പ്രാചീനമായ സൈന്ധവ നാഗരികതയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒറ്റക്കൊമ്പുള്ളൊരു വിഗ്രഹം കാണാൻ കഴിയും. അവിടുന്ന് കിട്ടിയ പല സീനുകളിലും ഒരു കൊമ്പായതുകൊണ്ട് കാണുന്നുണ്ട്. അതൊക്കെ വരാഹമൂർത്തിയുടെയും മത്സ്യമൂർത്തിയുടെയും പ്രത്യേകിച്ച് മഹാവിഷ്ണുവിൻ്റെ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രതീകങ്ങളാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊന്നുമല്ല, വലിയ വലിയ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതായിട്ട് ബന്ധപ്പെട്ട ഐരാവതം മഹാദേവൻ മുതലായ വലിയ വലിയ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആ മത്സ്യമൂർത്തിയായിട്ട് ഭഗവാൻ അവിടെ അവതരിച്ചു. ഈ മത്സ്യമൂർത്തിയിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഭൂമിയെ കൊണ്ടുപോയിട്ട് ചേർത്ത് കെട്ടി. ഭഗവാനോ ഭൂമിയെയും കൊണ്ടങ്ങനെ നടന്നു. ആ സമയത്ത് മത്സ്യമൂർത്തിയും ഈ സത്യവർദ്ധനും തമ്മിൽ പല കാര്യങ്ങളും സംസാരിച്ചു. ഈ സംസാരിച്ച വിഷയങ്ങളൊക്കെ ഒരു പുരാണമായി മാറിയിരുന്നു. അതാണ് പ്രസിദ്ധമായ മത്സ്യപുരാണം. മത്സ്യപുരാണം എന്നുള്ള പേര് പ്രസിദ്ധമാണ്. അങ്ങനെ ഇരിക്കെ ഹയഗ്രീവൻ ഒരു ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അവിടേക്ക് വെള്ളം കുറച്ചുകൊണ്ട് ഒഴിച്ചാലൊന്നും പോലെ വലിയൊരു പ്രളയം ഉണ്ടാക്കി ഗുഹയിലുള്ളിലേക്ക് വെള്ളം എത്തിക്കുന്നതാണ്. വെള്ളം എത്തിച്ച സമയത്തോ ഈ ഹയഗ്രീവൻ അതിന് പുറത്തേക്ക് പോകും. ആ ഹയഗ്രീവനെ ഭഗവാൻ വധിക്കുകയും ചെയ്ത് ദേവനെ വീണ്ടെടുത്തു. എന്നിട്ട് ദേവനെ വീണ്ടെടുത്ത് ബ്രഹ്മദേവനായി ഭഗവാൻ സമർപ്പിച്ചു. അങ്ങനെ ആ ജിംഹമീനെന്ന ആ കപടമായ രീതി ഒരു നാട്യമാണ്. സാധാരണ പറയുമ്പോൾ തന്നെ എന്താണ് ഭഗവാൻ ഒരു നാട്യം. വേദസംരക്ഷണത്തിനായിട്ട് സനാതന ധർമ്മത്തെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ ചെയ്യുന്ന ഓരോരോ അഭിനയമാണ്, നാടകങ്ങളാണ് ഇത്തരം അവതാരങ്ങളായിട്ടൊക്കെ വർണ്ണിക്കുന്നത്. അങ്ങനെ മത്സ്യമൂർത്തിയായി അവതരിച്ച അവിടുത്തേക്ക് ഇതാ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രകരണം ഇവിടെ അവസാനിക്കുകയാണ്. സ്വതുംഗശൃംഗക്ഷതവക്ഷസന്തം വിഭാത്യദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രിയഹൃദേ ദദാന പ്രപഞ്ചനാഗാരപതേ പ്രപായാഃ